ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ വെൽക്കം ടു മൈ ഫ്രൈഡേ റിതം. ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല. എസ്പെഷ്യലി ഇപ്പോൾ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റായിട്ടാണ് എണീക്കാറുള്ളത്. ഇതൊരു ഫ്രൈഡേ വ്ലോഗാണ്. നോർമലി ഞങ്ങൾക്ക് ഫ്രൈഡേ ജുമ എന്നതിലുപരി എല്ലാ വീട്ടിലുള്ള പോലെ സ്പെഷ്യൽ ഫുഡോ അല്ലെങ്കിൽ ഒരു ഡീപ്പ് ക്ലീനിങ്ങോ ഇതൊന്നും ഉണ്ടാവാറില്ല. രണ്ടാൾക്കും ഓഫ് വരുന്നത് സൺഡേ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഫ്രൈഡേ നല്ലൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. വീക്കിലി ബെസ്റ്റ് ഫുഡും അതുപോലെ തന്നെ പീസ്ഫുൾ ഫ്ലാറ്റ് റീസെറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ഡേ ആയിരിക്കും ഫ്രൈഡേ. മോർണിംഗ് എപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാലും ഈ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടാവും. ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോയി. ഞാൻ നോർമലി അത്ര വലിയ ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന ഒരാളല്ല. ജസ്റ്റ് ഒരു ചായയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ലെഫ്റ്റ് ഓവർ കറിയോ ഒന്നുമില്ലെങ്കിൽ ഒരു എഗ്ഗ്, ഒരു ബ്ലാക്ക് ടീ അത്രേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് ഇത് രണ്ടും വെച്ചിട്ട് ഒരു ചപ്പാത്തി സാൻഡ്വിച്ച് ഉണ്ടാക്കി. അല്ലെങ്കിൽ തലേന്നത്തെ ഫുഡ് കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഹസ്ബൻഡ് ഓഫീസിൽ പോകുമ്പോൾ എന്നെ സാധാരണ വിളിക്കാറില്ല. ഞാൻ ഉറങ്ങാൻ ലേറ്റ് ആവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോർണിംഗ് ലേറ്റായിട്ടേ ഞാൻ എണീക്കാറുള്ളൂ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡിമാൻഡ് ജോലി റിസൈൻ ചെയ്ത ടൈമിൽ. ഫ്രൈഡേ ആണ് നോർമലി ഞാൻ ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ ക്ലീൻ ചെയ്യുന്ന പേപ്പർ ക്ലോത്ത് ശ്രദ്ധിച്ചോ? ഇത് ഒരു ക്ലോത്ത് അല്ല, ഒരു പേപ്പർ ടൈപ്പ് സംഭവമാണ് കേട്ടോ. ഇതിൽ സോപ്പ് ഞാൻ ആക്കിയതല്ല. നോർമലി ഈ ടിഷ്യൂ വെട്ടാക്കുന്ന ടൈമിൽ അതിലൊരു സോപ്പ് കൺസിസ്റ്റൻസി ഉണ്ടാവേ, അപ്പോൾ നല്ല ക്ലീൻ ചെയ്യാൻ ഹെൽപ്പാവും. നോർമലി ക്ലീനിങ്ങിനൊക്കെ ഞാൻ അതാണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്കിപ്പോൾ കോട്ടൺ ബെഡ്ഷീറ്റിനോടാണ് പ്രിയം. ഇതിപ്പോൾ നെസ്റ്റോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രിൻ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് വിരിച്ചിട്ട് കാണിച്ചു തരാം. അടിപൊളിയല്ലേ? ഞാനങ്ങനെ ഓരോ കോർണറായിട്ടാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഒരു ഏരിയ ക്ലിയർ ചെയ്തിട്ട് അടുത്ത ഏരിയയിലേക്ക്. നോർമലി എൻ്റെ റൂമിൽ അത്ര വലിയ ഡേർട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും മെസ്സപ്പ് ഒന്നും ഉണ്ടാവാറില്ല. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. പക്ഷേ ബാൽക്കണി ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടി ഉള്ളിലേക്ക് കയറും. അതിന് എത്ര ഉയരത്തിലുള്ള ഫ്ലാറ്റ് ആണെങ്കിലും എത്രാമത്തെ ഫ്ലോർ ആണെങ്കിലും എങ്ങനെയായാലും പൊടി ഉണ്ടാവും. ഇതെൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കൊളീഗ് ഗിഫ്റ്റ് ചെയ്തതാണ്. എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് അത്. അതിലുള്ള ഓരോ വേർഡിങ്ങും എനിക്ക് ഭയങ്കര ക്ലോസ് ആണ്. ഓരോ ഏരിയ ക്ലിയറായി വരുമ്പോൾ ഭയങ്കര ഒരു പീസ് കിട്ടില്ല മനസ്സിന്. എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ഉള്ളപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാറുള്ളത് ക്ലീനിങ്ങാണ്. ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടും എനിക്ക്. ഇതെല്ലാ ദിവസവും പതിവൊന്നുമില്ല, വീക്ക്ലി വൺസ് എന്തായാലും ചെയ്യാറുണ്ട്. കാരണം എനിക്ക് പൊടി അലർജിയാണ്. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനും പറ്റില്ല, എന്നാൽ പിന്നെ ഓവറായിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. എന്തായാലും ഒരു ക്ലീനിങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഫ്രൈഡേ എന്തെങ്കിലും റീഫിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ റീഫില്ലിങ് കോൾഗേറ്റ് ആയിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമല്ലേ? അതിനിപ്പോൾ എന്ത് ചെറിയ കാര്യമാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പേസ്റ്റ് ഫ്ലേവർ നോക്കിയിട്ട് യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ പല ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഗ്രീൻ, റെഡൊക്കെ കോൾഗേറ്റിൻ്റെ വേറെ വേറെ ഫ്ലേവർ അല്ലേ? അപ്പോൾ ചോദിക്കും സുഫിയാൻ, ഇത് നിനക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളതാണോ? എങ്ങനെയായാലും ഒരു ടേസ്റ്റ് വരില്ലേ നമ്മളെ മുഖത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അതിൻ്റെ ഗ്രീനും ബ്ലൂ ഒക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കാർപ്പറ്റ് വിരിക്കുന്ന ഒരു സമയത്തൊരു റിലാക്സേഷൻ ഉണ്ട്. എല്ലാ പണിയും തീർത്തു എന്നുള്ളത് എന്തോ ഒരു അച്ചീവ്മെൻ്റ് പോലെ കാണുന്നതാണ് ഞാനിത്. പിന്നെ യു എയിലെ എല്ലാ ഫ്ലാറ്റിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണിത്.
ഇതെന്താണെന്നറിയില്ല, ഇവിടെ 2 ടൈപ്പ് കൂറകളുണ്ട്. ഇതിന് കൂറ എന്ന് തന്നെയാണോ പറയാമെന്നറിയില്ല. വലിയ കൂറയുണ്ട്, അതുപോലെ തന്നെ ഇതുണ്ട്. എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന 2 ടെക്നിക്കാണ് ഇത്. ഇത് വലിയ കൂറേനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റേത് ചെറിയ ചെറിയ പ്രാണികളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഒരു സ്റ്റിക്കറും. ഇതൊരു വലിയ ഷീറ്റായിരിക്കും. ഞാനതിനെ ചെറുതാക്കി മുറിച്ചിട്ട് വെക്കാറ്. കാരണം ഇതിൽ വലിയ കൂറകൾ ഒട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത്രയും പശ ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് മറ്റേ ട്രാപ്പും അതുപോലെ തന്നെ ഈ ചെറിയ ചെറിയ പ്രാണികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെറിയൊരു സ്ട്രാപ്പ് വെച്ചിട്ടുള്ളത്. ഇത് ഭയങ്കര പവർഫുള്ളായ ഗമ്മ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വലിയ കൂറകളായാലും ട്രാപ്പ് ആയിക്കോളും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ഓവർ സ്റ്റിക്കായി ചെയ്യരുത്. കാരണം അതിൻ്റെ ഉള്ളിലൂടെ അധികവും പ്രാണികൾ ഉള്ളിലേക്ക് കയറിയിട്ട് അതിൽ സ്റ്റിക്കായി ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ 4 സൈഡ് മാത്രം നല്ലോണം ഒട്ടിക്കാറുള്ളൂ. ഇടയിലൊരു ഗ്യാപ്പ് വെക്കാറുണ്ട്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ബിരിയാണി ഞാൻ ഉച്ചയ്ക്ക് വെക്കുന്നില്ല, കാരണം ഒറ്റയ്ക്ക് തിന്നാനൊരു രസം ഉണ്ടാവില്ല. അപ്പം സുഫിയാൻ വരുന്നതുകൊണ്ട് രാത്രിയിലേക്കാണ് ബിരിയാണി. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടിപ്പ് പറഞ്ഞിട്ടെ, സൂറത്തിൽ വാക്കിയ അത് നിങ്ങളൊന്ന് ഡെയിലി റൂട്ടീനാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി ഇൻ വെൽത്ത്, റിസ്ക്. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ് ഇത്, ബുഹൂർ. അതിൻ്റെ പുകയൊക്കെ ഒന്ന് റൂമിലാക്കിയിട്ട് ഞാൻ ബിരിയാണി പ്രിപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബിരിയാണി എന്ന് പറയുന്നത് സിമ്പിൾ റെസിപ്പിയാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്ട്സ് ഇടുന്നുണ്ട്. നോർമലി ഉള്ള ഒരു 5-6 സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ട് ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോഴത്തേക്കും മകരം ഭാഗം കൊടുത്തിട്ടുണ്ട്. മകരം നിസ്കാരം ഓത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതിനൊരു ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡിയായി. വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന്. രാത്രി ബിരിയാണിയും കഴിച്ച് ഇന്നത്തെ ഡേ എൻഡ് ചെയ്തു. എന്തൊരു പീസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഫ്രൈഡേ റൂട്ടീൻ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.